അടുത്തതായി നമ്മുടെ വേദിയിൽ അരങ്ങേറുന്നത് ഒരു ലോകോത്തര കലാസൃഷ്ടിയാണ്. സദസ്സിലിരിക്കുന്നവർക്ക് ചില മുൻകരുതൽ കരുതുകൾ നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇപ്പോൾ പറയുന്നത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ നാടകത്തിന്റെ തിരക്കഥയ്ക്ക് ഞങ്ങൾ വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നത് ബാസി പോൾസൺ ടീമിനോടാണ്. സത്യം പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും അത്യന്തം പരിശ്രമിച്ച് ഞങ്ങൾ അടിച്ചു മാറ്റിയതാണ് ഈ സ്ക്രിപ്റ്റ്. ഇനി ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഇതേ സ്കിറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് അവർ ഞങ്ങളെ കോപ്പി അടിച്ചിരിക്കുന്നതാണ്. സ്ക്രിപ്റ്റ് മാത്രമല്ല, ഇതിലെ ഓഡിയോകളും പാട്ടുകളും ഒക്കെ ഇതുപോലെ എവിടെ നിന്നൊക്കെയോ അടിച്ചുകൊണ്ട് വന്നതാണ്. സ്കിറ്റിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില ചിരികൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഇട്ടു നടിക്കുന്നതാണ്. അതുകൊണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കൂടി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്കിറ്റ് വല്ലതും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 2 ചെവികൾ കുറിപ്പിച്ച് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. സംഭവം കുറച്ചു നേരം നീണ്ടു നിൽക്കും, അതുകൊണ്ട് ക്ഷമ വേണം. ഈ നാടകത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം കണ്ടിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് ബോധക്ഷയമോ തലകർക്കമോ ഉണ്ടായാൽ അതിന് സംഘാടകർ ഉത്തരവാദികളല്ല. നിങ്ങളുടെ ഇടയിൽ കുറെ നേഴ്സുമാരുണ്ട്, അവരെ സമീപിക്കുക. കഥയിൽ ലോജിക്കുണ്ടോ എന്നാരും തിരയരുത്. കാരണം തിരക്കെഴുതിയ ആൾക്ക് പോലും അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ശരി, വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ ക്ഷമയോടെ ഈ കലാവിരുന്ന് ആസ്വദിക്കുവാൻ തയ്യാറാവുക. ഇതാ നിങ്ങളുടെ മുമ്പിൽ നമ്മളുടെ മിന്നൽ ചാക്കോ നയിക്കുന്ന റഗ്ബി കൂതറ വോയിസ് അവതരിപ്പിക്കുന്ന സ്കിറ്റ്. ഞാനൊരു കിളി ഒന്നാൻ വെക്കുക. എന്നിട്ട് കിളി ഇപ്പൊ എന്നൊക്കെ ചെയ്യുന്നു? സോപ്പ് തയ്ച്ചിട്ടിരിക്കുക. അപ്പൊ കിളിയല്ല ഉന്നം, പുളിയാണ്. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. എന്നാ ഞാനൊരു അമ്പയത്തിന്റെ കോച്ചാണെന്ന കാര്യം നീ ഓർമ്മിക്കണം. തന്നെ അതിട്ട് അമ്പയത്തിന്റെ കോച്ചായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാരും വന്ന് ഇതെല്ലാം പഠിപ്പിക്കണം? അറിയാമോ? നീ നോക്കി കേട്ടോ വാമപ്പ് ചെയ്ത്. ഇതിൽ കൊച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും മൂത്തതാണ്. ദീർഘം തെറ്റി പറയണല്ലേ, സംഭവം കൈവിട്ടു. ആണാണ് കൊച്ചി ഇതിന്റെ സഹായി ടീച്ചർ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പെട്ടെന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു സംഭവമല്ല അമ്പയത്ത്. നിനക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് ആദ്യം തിരിച്ചറിയാം. അത് നീ എന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് ചില തെറ്റുകളുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. അത് ഓക്കെയാണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? സൂക്ഷ്മദൃഷ്ടി. എന്നാ നീ സൂചി കൂടെ നൂല് കോർക്കാൻ വന്നേ പോണം. കേട്ട് പഠിച്ചോണം. പറഞ്ഞു കൊടുക്കും. ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? അതെന്താ സാധനം? പേരില്ലാത്ത ജേഴ്സി ഇട്ടാ നീ അമ്പൂടത്തില്ല. ഓർത്തരാണല്ലോ ഞാൻ കൂടെ കൊണ്ടുവന്നത്. കേട്ട് പഠിച്ചോണം. എന്റെ പ്രഥമ ശിഷ്യൻ ജീവ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഒളിമ്പിക്സിനുള്ള മെഡൽ ഞാൻ പുള്ളിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ആണോ? പുള്ളിയെ കുറിച്ചറിയില്ലേ? നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടൊന്നുമില്ലേ? എടാ ലൗചിനത്തിന് വഴി ഒരു അമ്പ് കയറി പോണുണ്ടോ? അത് വിട്ട ആള് പുള്ളിയാ. ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ കണ്ടിട്ടുണ്ട്, അത് പുള്ളി പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പൊ കേട്ടു. ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ബീവറേജ് എന്ന് കൈയിട്ടപ്പോ ചോദിച്ച സാധനമില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ഏതാണ്? അതാണോ ഉദ്ദേശിച്ചത്? ഈ വെളിവില്ലാത്തവരാണോ ഞാൻ കുട്ടിയത്? ഞാനിത് ഡീൽ ചെയ്തോളാം കേട്ടോ. ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് നല്ല മൊനയുള്ളൊരു അമ്പ്. അല്ല ചുമ്മാ വില്ലും കുറപ്പിച്ച് അമ്പങ്ങ പോയല്ല, അമ്പ് വേണം കയ്യിൽ. ഇടാ തന്നെയല്ല, നീ ആദ്യം പഠിക്കാൻ വന്നില്ലേ? നമ്മൾ ട്രൈ തരാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഫുഡ് നമ്മൾ
കൺട്രോൾ ആയിരിക്കണം. കൈകാര്യം ചുമ്മാ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. പാടില്ല അല്ലേ? പാടില്ല. കപ്പയും ബോട്ടിയും കഴിക്കാലോ. ഒളിമ്പിക്സിന് പോണ നീയാണോ കപ്പയും പോട്ടി കഴിക്കാൻ പോണില്ല? ഭയങ്കര ഇഷ്ടം. തട്ടുകളിലൊക്കെ കപ്പയും പോട്ടി കഴിച്ചിട്ട് വയറ് കംപ്ലൈന്റ് ആയാൽ ഒളിമ്പിക്സിൽ ചെന്ന് അമ്പ് വലിച്ചില്ല പിടിച്ചാൽ വിടാൻ പറ്റത്തില്ല. പല വഴിക്കും പല അമ്പും പോകും. കായിക താരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ബിസ്ക്കറ്റ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഒള്ളി ആരോ റൂട്ട്. ആരോ റൂട്ടോ? എടാ അമ്പൈത്തല്ലേ ആരോ ആ റൂട്ടി വേണം പിടിക്കാൻ. അപ്പൊ കോച്ച് ഇത്രയും നാളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചാണ് പിടിച്ചിരുന്നത്. കോച്ചിന്റെ വീട്ടിൽ മിക്കവാറും നോണല്ലേ? പിന്നെ കോച്ച് അമ്പെടുത്ത് വിട്ടോ അപ്പൊ ആ വീട്ടിൽ നോട്ടാ. ആണല്ലേ? സത്യമായിട്ട് ഇന്നലെ അമ്പെടുത്ത് വിട്ടു, ഇന്ന് മട്ടൻ കറിയാണ് ഇവിടെ. ഇതെന്തെങ്കിലും അവനോട് പറയുന്നത്? പിന്നെ രാഘവൻ ചേട്ടന്റെ ആടിനെ അമ്പത് കൊല്ലെന്ന് ഞാൻ പറയില്ല. അതിനുള്ള പൈസ ഞാൻ നാളെ കൊടുത്തോളാം. അത് കൊടുത്തു. അതിന്റെ കൂടുതൽ 2 ദിവസം മുന്നേ പോന്ന കോടിയുടെ പൈസ കൊണ്ട് കൊടുക്കണം അമ്മണി ചേച്ചിയുടെ. അത് തന്നെയാണ് അവിടെ കിടന്ന് എന്താണ് ഈ കുശുകുശു എന്താണ്? അവൻ പറയട്ടെ അവൻ ഇപ്പൊ അമ്പയത്ത് പഠിക്കണം. കണ്ണു പിടിക്കേണ്ട നിന്നെ ഞാൻ പഠിപ്പിക്കുകയല്ല. അവന് എനിക്കൊരു മെഡൽ പ്രതീക്ഷയുണ്ട്, ഒരു ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക്സിൽ എന്നെ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അതിനെ പെട്ടെന്ന് എന്തിന്റെ ഒരു പ്രതീക്ഷ? നിന്റെ പേരെന്നാണ്? പ്രതീക്ഷ. പ്രതീക്ഷ. അതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഞാൻ പിടിക്കും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കോച്ച് സത്യത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലടാ. ഞാൻ കേട്ടു നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? 1982 ഒളിമ്പിക്സ് അമേരിക്കയിലാണോ ഗ്രീസിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഗ്രീസിലായിരിക്കും. അതിനാ നിന്നാ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. ഗ്രീസില്. ആ ഗ്രീസ് ഒളിമ്പിക്സിൽ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് ഇവിടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചാ തിരിഞ്ഞു വന്നത്. നിങ്ങൾ എന്തിനാണ് ഗുസ്തി പിടിക്കാൻ വേണ്ടി പോയി? നിങ്ങൾ അമ്പയത്തിനല്ലേ പോയെ? അപ്പൊ പിന്നെ അമ്പല്ലേ ചെയ്യേണ്ടത്? വെളിവില്ലാത്തവരെ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് പോയി അവിടെ ചെന്നപ്പോ റൂമില്ല. റൂം എടുക്കാൻ വേണ്ടി ഗുസ്തി. പിന്നെ അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അതിന് ടോക്കന് വേണ്ടി ഗുസ്തി. പിന്നെ വൈകിട്ട് തന്നെ അടിക്കാൻ വീറെ ചെന്നപ്പോ അവിടെ ഗുസ്തിയോട് ഗുസ്തി. എന്നിട്ട് പറയും അവിടെ പോയിട്ട് ഇവിടെ വല്ലവരെ ഗുസ്തിയോട് ഗുസ്തിയായില്ല. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചത് നിങ്ങൾക്ക് ഗുസ്തിക്ക് പങ്കെടുക്കാൻ പോയാൽ പോരാണ്. മതിയായിരുന്നല്ല അവിടെ ചെന്നപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ അമ്പയത്തിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിറക്കും, ഒന്ന് ഞെട്ടും. അതുകൊണ്ടൊന്നുമല്ല, ഈ പുള്ളി എങ്ങോട്ടാണ് അമ്പയെന്ന് പോലും അറിയത്തില്ല. സത്യമായി അതെന്നെ അവന്മാർ ഒരമ്പ് വിടുമ്പോ ഞാൻ 3 അമ്പ് വിടും. എന്റെ അവതാരം ഇഷ്ടം പോലെ അമ്പിടില്ലേ, എനിക്ക് വിടാലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് തന്നെയല്ല ഒളിമ്പിക്സിന് പോയ രസം എന്റർടൈൻമെന്റ് ആണ്. അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തലേ ദിവസം ഒരു സൗഹൃദ മത്സരമുണ്ട്. അതായത് നമ്മുടെ ഫുട്ബോളിന്റെ ഒക്കെ സൗഹൃദ മത്സരം പോലെ ഞങ്ങൾ അമ്പയത്തിൽ ഞങ്ങൾ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൗഹൃദ മത്സരം. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഞാന് ജപ്പാൻകാരൻ, അമേരിക്കക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ ഞങ്ങൾ നമ്മുടെ ഒളിമ്പിക്സിന്റെ അമ്പയത്തിന്റെ തലേ ദിവസം ഒരു 7 മണിയോടുകൂടി അങ്ങ് ഒത്തുകൂടി. എന്നിട്ട് ഒരു ആവനാഴി പൊട്ടിച്ചങ്ങ് വെച്ചു. എടാ വിദേശത്തൊക്കെ ആവനാഴി അമ്പു എന്നെ സീൽ ചെയ്താ അത് പൊട്ടിക്കാതെ അമ്പെടുക്കാൻ പറ്റും. ഇത് പൊട്ടിക്കാൻ വെച്ചതും ജപ്പാൻകാരി ഒരു ഒറ്റ വീട് ഇത് കണ്ടപ്പോ ഓസ്ട്രേലിയക്കാരൻ ഫ്ലെമിംഗ് അവനിത് കണ്ടപ്പോ സഹിച്ചില്ല. അവൻ ചാടി 2 അമ്പ് വിട്ടു. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മുടെ കൈവിട്ട് പോകും, നമ്മുടെ നിലവാരം തളരും, നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഒട്ടും ഞാൻ ചാടിക്കൽ 3 അമ്പം മൂന്നപ്പിട്ടപ്പോ നമ്മൾ ഈ ആഘോഷത്തിരിക്കുമല്ലേ. അമേരിക്കക്കാരൻ ഗിൽബർട്ട് അവൻ ഞങ്ങളെ വെട്ടിട്ട് 4 അമ്പ് വിട്ടു. എനിക്ക് വിശ്വസിക്കാൻ പാടില്ല. എന്നാ പിടിയിലവൻ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കൈവിട്ട് പോയിക്കൊണ്ട് ഇരിക്കുവാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലത്. ഞാൻ പയ്യൻ മൂട്ട നോക്കിയപ്പോ അവനാരുടെ മൂട്ടി ഒരു 1.5 അമ്പ് കഷ്ടിട്ടുണ്ടാവും. ഒരമ്പ് ഒടിയിട്ട് പകുതിയുള്ളൂ, പകുതി പിന്നെ നിവൃത്തിയില്ലാതെ ഞാനെന്താ ഇത് ആ 1.5 അമ്പ് ഡ്രൈ ആയിട്ടൊന്ന് വിട്ടു. എടാ അമ്പ് വിടുമ്പോ ഒരു പൗഡർ മുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രിപ്പ് ചെയ്യുള്ളൂ. അന്ന് പൗഡർ ഇല്ലാതെ ഡ്രൈ ആയിട്ടില്ല. അല്ല പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ് തീരാറാകുമ്പോ ഞങ്ങളെല്ലാം കൂടെ ഒരു ലവ് അമ്പ് കൂടിയിലുണ്ട്. എല്ലാരും കൂടി 1 അമ്പം കൂടി ലവ്. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ വെട്ടി പൊളക്കണ തലവേദന. പിന്നെ തലവേദന അടിക്കല് ബ്രാഞ്ച് മാറി അമ്പ് വിട്ടാ പിന്നെ തലവേദന.
ഒത്തിരി ബ്രാൻഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബ്രാൻഡ് അവിടെ കിട്ടത്തില്ല. അപ്പൊ കിട്ടുന്ന ബ്രാൻഡിൽ ജഡ്ജ് ചെയ്യേണ്ടി വരും. പിന്നെ ചാത്തൻ ബ്രാൻഡാണ് പറയുന്നത്. അമ്പിളി ചാത്തൻ ബ്രാൻഡ് അങ്ങനെ അമ്പുണ്ടോ? ചോരയുടെ കളറുള്ള ചാത്തൻ അമ്പുണ്ട്. അത് അടിച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ പൊളിച്ച് കഴിഞ്ഞിട്ട് തന്നെ ഒരു രണ്ട് നല്ല അമ്പൊന്ന് വിടും, അതോടെ ലെവലായി. ഞാനില്ലേ വേറെ കാര്യം ചോദിക്കാൻ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്താ ഞാനിങ്ങനെ ഒരു അമ്പ് വിട്ട് കഴിയുമ്പോ അമ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോ 10 അമ്പായിട്ട് പോകണം, പിന്നെ 100 അമ്പായിട്ട് പോകണം, പിന്നെ 200 അമ്പായിട്ട് പോകണം. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അമ്പയത്താണ്, അല്ലാതെ ഗ്രാഫിക്സ് അല്ല. മനസ്സിലായോ? പിന്നെ ചില കാര്യങ്ങളൊക്കെ പറ്റുമോ? അതിന്റെ പോലുള്ള ഇതൊരു തപസ്യായി എടുത്തത് പറ്റൂലേ? ഞാൻ എനിക്ക് പറ്റാത്ത കേസില്ലല്ലേ, ഞാൻ നിന്റെ ഉസ്താദല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും ഇവിടെ പ്രാക്ടീസ് നിൽക്കുമ്പോ, ചേട്ടാ ഉച്ചയ്ക്ക് കറി വെക്കാൻ പച്ചക്കറി ഒന്നുമില്ല, കുറച്ച് സാമ്പാർ കിറ്റി മേടിച്ചിട്ട് വരാവോ? എനിക്കിവിടെ പോകാൻ സമയമുണ്ടോ? ഒന്ന് നോക്കിയത് ഞാൻ അവതാരം നല്ലൊരു അമ്പ് നോക്കിയെടുത്ത് ഒരൊറ്റ വിളിയില്ല. ഈ അമ്പ് ചെന്ന പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത് യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇവിടെ വരും. ഓട്ടോ ഓട്ടോമാറ്റിക്കും സൈലന്റ് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോ അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നല്ലാതെ ഒരു നിവൃത്തിയില്ലല്ലേ. തലകുത്തി കയ്യിലുള്ള അമ്പ് നേരെ വിടാൻ നോക്കാം, എന്നിട്ടല്ലേ തലകുത്തി ഞാൻ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. ഞാൻ പണ്ടൊരമ്പ് വിട്ടിട്ട് ഇപ്പോഴും അത് എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ആ അമ്പിന് ഒരു ചാനലൊരു കൊച്ചുണ്ട്, ഇപ്പോഴും ആ തൃശ്ശൂർ അംഗനവാടി പഠിച്ചോണ്ട്. നീ എന്റെ വിധിയിൽ കണ്ടിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. കണ്ടിട്ടില്ല, കേട്ടോണ്ടിരിക്കുവല്ലേ. മോനെ വെച്ച് സംസാരിക്കണം. ഈ അമ്പിന് മോനുണ്ടല്ലേ, അതാണ്. അതായിരിക്കും. അതെ, ഒരു വഴി നിന്നെ പുറത്തെ എന്റെ ശിഷ്യം പഠിപ്പിക്കും. ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. 50 വിട്ടിട്ട് വരാമോ? 50 നിങ്ങളല്ലേ പറഞ്ഞ 50 വിട്ടിട്ട് വരാം. 50 പറഞ്ഞില്ലേ അവനെ? ഇടാ 50 അല്ല, ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. എനിക്ക് ഊണ് മുമ്പ് 50 വിടണം. അത് ഇതാണ് വില്ല, ഇതാണ് അമ്പ്. അയ്യോ എനിക്കറിയാം, ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. ഓ കോച്ചെ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഒരു ആമനാടിയിൽ എത്ര അമ്പ് കാണും കോച്ചെ? 12 വെക്ക്, 6 വെക്ക്. എന്നാ പറഞ്ഞേ? എന്നാ നീ പെക്കിന്റെ കാര്യം പറഞ്ഞേ? മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന അറിയാൻ പറ്റില്ലേ? കായിക താരങ്ങൾ മനസ്സിലായോ? കോച്ചപ്പോ പറഞ്ഞു 12 പെട്ടെന്ന്. പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരാൾ നാളിൽ 12 അമ്പ്, ഒരു ലക്ഷം അമ്പേ വരുള്ളൂ. അതാണ് പറഞ്ഞത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നൈസായിട്ട് അമ്പ് വിട്ടോട്ടെ. പള്ളി പോയി പറഞ്ഞാ നീ കളിക്കാണെങ്കിൽ നീ കാശ് മുടക്കി മേടിച്ചിട്ടുണ്ട്. എന്റെ കാശ് മുടക്കി മേടിച്ച് കളിക്കാൻ പറ്റുന്നത്. അവൻ ഇത് കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അമ്പ് വിടുന്ന കാര്യം പറഞ്ഞത്. ഞാനും തന്നെ പറഞ്ഞു, നിനക്ക് അമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല. പിന്നെ നീ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചെറിയ രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ പറയൂ കേക്കട്ടെ. ദക്ഷിണ കാശിയ അപ്പൊ ഇവിടെ സ്പോർട്സ് മാത്രമല്ല, ആർട്സും ഉണ്ട്, ക്ലാസിക്കൽ സംഗീതം. അതല്ലെന്ന്, പിന്നെ ദക്ഷിണ കാശിത. ഞാനത് മറന്നുപോയി. ക്ഷമിക്കണം കേട്ടോ. പിടിച്ചേ വെറ്റില, അടയ്ക്ക, അതുപോലെ തന്നെ വെള്ളി രൂപ. അപ്പൊ നിനക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ മതിയോ? വെള്ളി രൂപ വെച്ചുകൊണ്ട് ചോദിച്ചു. 500 നോട്ട്. ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ട്. 500 വെച്ച ഗോൾഡ് കിട്ടില്ല. ഇവനെയൊക്കെ എങ്ങനെ ഒളിമ്പിക്സ് ആര് വിടണേ? പിന്നെ 500 രൂപ പിടിച്ചേ. കഴിഞ്ഞ ദിവസം ഞാൻ 50 തന്ന കോഴിയുടെ ഉടമസ്ഥ മറ്റേ രമണിക്ക് കൊടുത്തേനെ. ആടിന്റെ പിന്നെ കൊടുക്കാം. അച്ഛനെ കുറിച്ച് അച്ഛനെ വീട്ടിലൊന്നും വന്നാൽ കാണാൻ പറ്റില്ല, ഫുൾ ടൈം ആറ്റിലായിരിക്കും. എന്റെ അച്ഛൻ നീന്തൽത്താരമായിരുന്നു, ഒളിമ്പ്യൻ ആദം. പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ പോരും. ഇറങ്ങിയില്ലേ ഗോൾഡും കൊണ്ടേ പോകും. അമ്മനെ കത്തിറങ്ങണ ഗോൾഡും പറിച്ചിട്ട് പോകും. എവിടെയെങ്കിലും പണയം വരും. ഞാൻ ഗോൾഡ് അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ. അച്ഛനെന്ന് പറഞ്ഞാൽ 1980s ഒളിമ്പിക്സ്. 87 ഒളിമ്പിക്സ് ഇല്ലല്ലോ. ഇല്ല. അന്നാ 1988 ഒളിമ്പിക്സ്. 88 ഒളിമ്പിക്സ് ഇല്ല. നീ പറയേതില്ല. 89 വിട്ടു തന്നിരിക്കുന്നു. 89 അമേരിക്കയിലെ ഒളിമ്പിക്സ്. അമേരിക്കയിലല്ല 89 ഒളിമ്പിക്സ്, റഷ്യയിലാണ്. ശരി, രാജ്യം നിനക്ക് തന്നിരിക്കുന്നു. കഥ ഞാൻ പറയാം.
ഞാൻ പറയും. അമേരിക്കൻ ഒളിമ്പിക്സിൽ അച്ഛൻ നീന്തലല്ലേ? പിന്നെ നീന്തലുകാരൻ ഇന്നത്തെ കാലം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് കൊടുത്തങ്ങ് ഇറങ്ങി. എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങ് ഇറങ്ങി. സ്വിമ്മിംഗ് സൂട്ട് കൊണ്ട് ഇറങ്ങി. നീന്തൽക്കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലോവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരാണ്. എല്ലാ പുലികളും അച്ഛൻ ഡൈവിംഗ് ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിലേക്ക്. ആ ഡൈവിംഗ് അച്ഛൻ അപാര ഡൈവിംഗ്. അച്ഛൻ ഡൈവിംഗ് എല്ലാരും കടത്തിവിട്ടു. അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹർഷാരവും അച്ഛൻ ഒറ്റ ഡൈവിംഗ്. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ചെയ്യാത്ത ഡൈവിംഗ് അച്ഛൻ. പിന്നെ അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് ഗോൾഡ് മാത്രമല്ല റെക്കോർഡ് തരത്തിന്റെ അച്ഛൻ വരും. ഞാൻ ഓടി ഫിനിഷിംഗ് പോയിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയിൽ തോന്നി രാഷ്ട്രാതി ഇട്ട് കൊടുക്കട്ടെ അതിന്റെ പരിപിടിക്കും പുള്ളി. ഞാൻ ഫിനിഷിംഗ് പോയിന്റ് നിങ്ങൾ അച്ഛൻ വന്നു നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാൽ തിരിയാത്ത സകല രാജ്യക്കാരൻ നീന്തി കയറി പോയി. പറഞ്ഞാൽ തിരിയുന്ന ശ്രീലങ്കക്കാരൻ റിസീവ്സ് വരെ മലമ്പോട്ട് വിട്ട് കയറി പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. അങ്ങനെ പോയി. ഞാൻ ഓടിപ്പോയി ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു. ഒരാൾ ചാടിയിട്ട് വന്നിട്ടില്ല എവിടെയെങ്കിലും കണ്ടുപിടിച്ച് തന്നെ. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളം പറ്റിച്ചു നോക്കുമ്പോ കാണുന്ന കാഴ്ച ഈ തങ്കപ്പടി. ആ ചാടിയ ചാട്ടത്തിന് താത്ത കൈലക്കാല ഇങ്ങനെ. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ഇതൊരു ഗുണമുണ്ടായി. ഗുണമുണ്ടായി. ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ? ആ എംപ്ലോയറിന് പിറ്റേ ഒളിമ്പിക്സിൽ ലോകം ഒറ്റ ചാടിന് ലോകം പേര് വ്യക്തിയാണ് എന്റെ അച്ഛൻ. ബംഗാളി കൂടിയാണെങ്കിൽ നല്ല പുക. ഈ സാധനം എടുക്കാനാ വന്നത്. ഏത് സാധനം? പല്ലിന്റെ വിളകളുണ്ട് കയറി വന്നതാണ്. അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നു. എനിക്കും 5 വിരൽ പെരുവിരൽ മടക്കി 4 വിരലുണ്ട് ബാറെടുത്ത് ഞാൻ എടുത്തെടുത്ത് വലിക്കൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി സിനിമയിൽ കണ്ട് നമ്മുടെ പഞ്ഞ കൈകളും മുടിക്കാൻ വന്നിട്ട് നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കണം. നോക്കിയോ? പ്രതീക്ഷ കിളിയെ കാണുന്നുണ്ടോ? കിളിയിൽ എന്തെല്ലാം കാണുന്നു? ഓക്കെ, അതുപോലെ വാല് കാണുന്നു, പിന്നെ ചിറക് കാണുന്നു. 4 കണ്ണ് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് കിളിയോട് ചോദിക്കണം. നിന്റെ കണ്ണുകൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? എന്റെ കണ്ണുകൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുമോ? കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും? നിനക്ക് 2 കണ്ണുണ്ടോ? കിളിക്ക് 2 കണ്ണുണ്ടോ? കിളിയുടെ കണ്ണ് കാണുമോ? അത് കിളിയോട് ചോദിക്കുമോ? പ്രതീക്ഷ എനിക്ക് കിളിയുടെ കണ്ണ് കാണാവോ? ഇനി കണ്ണടച്ച് നോക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? കൂട്ടിട്ട് എങ്ങും അന്ധകാരം. എടാ നാരായണ കൂട്ടാക്കത്തെ എങ്ങനെ ആണ്ട 2 കണ്ണടച്ചു. എടാ 1 കണ്ണടച്ചിട്ട് 1 കണ്ണോട് നോക്കാൻ വിഷയം. 1 കണ്ണെടുത്താൽ മറ്റേ കണ്ണ് ഓട്ടോമാറ്റിക്കലി അറിഞ്ഞു. പ്രതീക്ഷ നിന്റെ കണ്ണട പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കാൻ പറ്റുള്ളൂ. നീ 1 കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കിളിയെ നോക്കും. അങ്ങനെ ഞാൻ നോക്കിയല്ല. പണ്ട് ഞാൻ 38 വയസ്സുള്ള കിളിയെ മറ്റേ കണ്ണുകൊണ്ട് നോക്കി. ഭയങ്കര നീ
നീ ഒരു കോപ്പം പഠിക്കണം. നീ പൊക്കോ. ഞാൻ ഈ പരിപാടി ഒരു മാസത്തേക്ക് നിർത്തി വെക്കും. പോലെ മതം പഠിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഒളിമ്പിക്സിൽ നിനക്ക് മേലെ മേടിക്കാൻ ഒറ്റ വഴി ഞാൻ കാണുന്നു. ഒളിമ്പിക്സിൽ രണ്ടെണ്ണം കൂടി ഉൾപ്പെടുന്നു. ഒന്ന് സുന്ദരിക്ക് പൊട്ടുവഴി, ഒന്ന് കലം പൊട്ടി. ഈ രണ്ടും ഉൾപ്പെടുത്തിയാൽ നിനക്ക് മെഡൽ ഉറപ്പ്.